أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واذكر أخا عاد إذ أنذر قومه بالأحقاف وقد خلت النذر من بين يديه ومن خلفه ألا تعبدوا إلا الله إني أخاف عليكم عذاب يوم عظيم. قالوا أجئتنا لتأفكنا عن آلهتنا فأتنا بما تعدنا إن كنت من الصادقين. قال إنما العلم عند الله وأبلغكم ما أرسلت به ولكني أراكم قوما تجهلون. فلما رأوه عارضا مستقبل أوديتهم قالوا هذا عارض ممطرنا بل هو ما استعجلتم به ريح فيها عذاب أليم تدمر كل شيء بأمر ربها فأصبحوا لا يرى إلا مساكنهم كذلك نجزي القوم المجرمين. ولقد مكناهم في ماء مكناكم فيه وجعلنا لهم سمعا وأبصارا وأفئدة فما أغنى عنهم سمعهم ولا أبصارهم ولا أفئدتهم من شيء إذ كانوا يجحدون بآيات الله وحاق بهم ما كانوا به يستهزئون. ولقد أهلكنا ما حولكم من القرى وصرفنا الآيات لعلهم يرجعون. فلولا نصرهم الذين اتخذوا من دون الله قربانا آلهة بل ضلوا عنهم وذلك إفكهم وما كانوا يفترون. അപ്പോൾ ഇത് ആദ് സമൂഹത്തിന്റെ ഒരു ചരിത്രം ഈ ഒരു പേജിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പാഠം സഹിതം അതിന്റെ ഗുണപാഠം സഹിതം വിശദീകരിച്ചു തരികയാണ്. അപ്പോൾ നമുക്ക് അതിന്റെ മുഴുവനായിട്ട് അതിന്റെ അർത്ഥം പറഞ്ഞതിന് ശേഷം നമുക്ക് അതിന്റെ വിശദീകരണത്തിലേക്ക് പോകാം. വദ്കുർ അഖ ആദ്, ആദിന്റെ സഹോദരനെ നീ ഓർക്കുക. വദ്കുർ എന്നുള്ള പ്രയോഗം പരിശുദ്ധ ഖുർആനിൽ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നതായിരിക്കും, പ്രത്യേകിച്ച് സൂറത്ത് മറിയമിലൊക്കെ. വദ്കുർ അഖ ആദ് ഇത് അൻദറ ഖൗമഹു ബിൽ അഹ്ഖാഫ്, അദ്ദേഹം തൻ്റെ ജനതക്ക് അഹ്ഖാഫ് എന്ന സ്ഥലത്ത് വെച്ച് മുന്നറിയിപ്പ് നൽകിയ സന്ദർഭം. അഹ്ഖാഫ് എന്ന് പറഞ്ഞത് ആ സ്ഥലത്തെ സൂചിപ്പിക്കുന്നതാണ്. വഖദ് ഖലത്തിൻ നുദുറു മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി, വഖദ് ഖലത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്, അൻ-നുദുറു മുന്നറിയിപ്പുകാർ, മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി അദ്ദേഹത്തിന് മുമ്പും ശേഷവും എന്ന് പറഞ്ഞാൽ ആദ് ഹൂദ് നബിയാണ് കേട്ടോ അഹ ആദ് എന്ന് പറയുന്നത്. ആദിന്റെ സഹോദരൻ എന്ന് പറയുന്നത് ഹൂദ് നബിയാണ്. അല്ലാ തഅബുദു ഇല്ലല്ലാഹ്, അല്ലാഹുവിനല്ലാതെ നിങ്ങൾ വേറെ ആർക്കും വഴിപ്പെട്ട് ജീവിക്കരുത് എന്ന് ഉപദേശിച്ചുകൊണ്ട്. അപ്പൊ ഇദ്ദേഹവും അത് തന്നെയാണ് പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്നി അഖാഫു അലൈക്കും, ഞാൻ നിങ്ങളുടെ മേൽ ഭയപ്പെടുന്നു, അദാബ യൗമിൻ അലീം, ഒരു ഭീകരമായ ദിനത്തിലെ ഒരു ശിക്ഷ. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കാതെ നിങ്ങളുടെ ധിക്കാരത്തിൽ തുടരുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഭീകരമായ ശിക്ഷ വരുന്ന ഒരു ദിവസമുണ്ട് എന്ന് ഞാൻ ഭയപ്പെടുന്നതായിട്ട് അദ്ദേഹം.
കാലു, അപ്പൊ അവർ ചോദിച്ചു, അജിത്തന ലിത്തഫിക്കന അൻ ആലിഹത്തിന്, അജിത്തന, താങ്കൾ ഞങ്ങളിലേക്ക് വന്നത് ലിത്തഫിക്കന, ഞങ്ങളെ തെറ്റിക്കാനാണോ, ഞങ്ങളെ തടയാനാണോ, ലിത്തഫിക്കന അൻ ആലിഹത്തിന, ഞങ്ങളുടെ ദൈവങ്ങളിൽ നിന്ന്. അപ്പൊ അവരുടേതായ ആലിഹത്തുകളെ, അവരുടേതായ ദൈവങ്ങളെ അവർ വെച്ച് പൂജിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഞങ്ങളെ തെറ്റിക്കാനാണോ നീ വന്നത് എന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നീ ഒരു ശിക്ഷ വരും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഫത്തിന ബിമാ തഅിദുന, നീ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത ആ ശിക്ഷ കൊണ്ടുവാ. ഇൻ കുന്ത മിന സ്വാദിഖീൻ, നീ പറയുന്നത് സത്യമാണെങ്കിൽ, നീ സത്യസന്ധനാണെങ്കിൽ ആ ശിക്ഷ എവിടെ? കാല, അപ്പോ ഹൂദ് നബി പറഞ്ഞു, ഞാനല്ല ശിക്ഷ തരുന്ന ആള്, ഞാനല്ല ശിക്ഷ കൊണ്ടുവരുന്നത്, ഞാൻ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ശിക്ഷ വരുമെന്നുള്ള ഭയം പ്രഖ്യാപിച്ചതാണ്. ശിക്ഷ കൊണ്ടുവരുന്ന ആൾ ഞാനല്ല, മറിച്ച് അത് അള്ളാഹുവാണ്. കാല ഇന്നമൽ ഇൽമു ഇൻദല്ലാഹ്, തീർച്ചയായും ഇതിനെക്കുറിച്ചുള്ള അറിവ് അള്ളാഹുവിന്റെ അടുത്താണുള്ളത്. ഓ ഉബല്യഹുക്കും, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നത് മാ ഉർസിൽതു ബിഹി, എന്നെ അയച്ച എന്ത് സന്ദേശവുമായിട്ടാണോ എന്നെ അയച്ചത് അതാണ് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നത്, അല്ലാതെ നിങ്ങൾ ചോദിക്കുന്നത് എത്തിച്ചു തരാനല്ല ഞാനുള്ളത്. പക്ഷെ ഒരു സംഗതിയുണ്ട്, വലാക്കിന്നി അറാക്കും കൗമൻ തെജ്ഹലൂൻ, പക്ഷേ വലാക്കിന്നി, ഞാൻ അറാക്കും നിങ്ങളെ കാണുന്നു, കൗമൻ തെജ്ഹലൂൻ, വിഡ്ഢിത്തം കാണിക്കുന്ന, അവിവേകം കാണിക്കുന്ന ഒരു ജനതയായിട്ടാണ് എനിക്ക് നിങ്ങളെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ അവർ അവരുടെ ധിക്കാരത്തിൽ തുടർന്നു. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ അയച്ചു. ഫലമ്മാ റഅൗഹു, അവർ ആ ശിക്ഷയെ കണ്ടപ്പോൾ, ആരിളൻ, ഒരു മേഘമായിട്ട്, ആരിൽ ഒരു മഴമേഘമായിട്ടാണ് പ്രത്യക്ഷപ്പെട്ടത്. മുസ്തഖ്ബിൽ ഔദിയത്തിഹിം, തങ്ങളുടെ താഴ്വാരങ്ങൾക്ക്, ഒരു താഴ്വാരത്തിലാണ് താമസിച്ചത്, നേരെ, അല്ലെങ്കിൽ അവർ താമസിച്ചിരുന്ന ആ ഏരിയക്ക് നേരെയായി വരുന്നത് കണ്ട്, താഴ്വാരത്തിന് നേരെയായി വരുന്നത് കണ്ടു. അപ്പൊ കുറച്ചു കാലമായിട്ട് മഴയില്ലാതിരുന്നു. അപ്പൊ അവർ വിചാരിച്ച് മഴ പെയ്യാൻ പോകണമെന്ന് വിചാരിച്ചു. കാലു, അവർ പറഞ്ഞു, ഹാദാ ആരിദും മുംതിറുന, ഇത് ഒരു മഴമേഘമാവുന്നു, അപ്പൊ നമുക്കൊരു മഴ പെയ്യാൻ പോവുകയാണ്, കുറച്ചു കാലമായിട്ട് മഴ ഉണ്ടായിരുന്നില്ലല്ലോ, അപ്പൊ മഴ പെയ്യാൻ പോവാണ്. ബൽ, പക്ഷേ, ഹുവ മസ്തഅജിൽതും ബിഹി, അവർ ധൃതി കൂട്ടിക്കൊണ്ടിരുന്ന ആ കാര്യമായിരുന്നു അത്. ഹുവ, അതായിരുന്നു, മസ്തഅജൽതും ബിഹി, നിങ്ങൾ ധൃതി കൂട്ടിക്കൊണ്ടിരുന്ന, നിങ്ങൾ ചോദിച്ചില്ലേ ശിക്ഷ, അതായിരുന്നു അത്. രീഹ്, ഒരു കാറ്റ്, ഫിഹ അദാബുൻ അലീം, അതിൽ വേദനാജനകമായ ശിക്ഷ ഉണ്ടായിരുന്നു. റീഹുൻ ഫിഹ അദാബുൻ അലീം തുദമ്മിറു കുല്ല ഷൈഇൻ ബിഅംരി റബ്ബിഹ, തുദമ്മിറു, അത് തകർത്ത് തരിപ്പണമാക്കി നശിപ്പിച്ചു കളഞ്ഞു, കുല്ല ഷൈഇൻ, എല്ലാത്തിനും, ബിഅംരി റബ്ബിഹ, അതിന്റെ റബ്ബിന്റെ കൽപ്പന അനുസരിച്ച്, ആ കാറ്റ് അതിന്റെ റബ്ബിന്റെ കൽപ്പന അനുസരിച്ച് എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. ഫഅസ്ബഹൂ, അങ്ങനെ അവരായിത്തീർന്നു, ലാ യുറാ ഇല്ലാ മസാക്കിനുഹും, അവരുടെ വീടുകളല്ലാതെ, അല്ലെങ്കിൽ പാർപ്പിടങ്ങളല്ലാതെ മറ്റൊന്നും കാണപ്പെടാത്ത അവസ്ഥയിൽ, പാർപ്പിടങ്ങളുടെ ചെറിയ അവശിഷ്ടങ്ങൾ മാത്രം കാണുന്ന രൂപത്തിൽ അവർ മൊത്തത്തിൽ നശിച്ചുപോയി. കദാലിക നജ്സിൽ ഖൗമൽ മുജ്രിമീൻ, അങ്ങനെയാണ് നാം ധിക്കാരികളായ, അല്ലെങ്കിൽ കുറ്റവാളികളായ ജനതക്ക്, കദാലിക നജ്സിൽ ഖൗമൽ മുജ്രിമീൻ, കുറ്റവാളികളായ ജനതക്ക് നാം അങ്ങനെയാണ് പ്രതിഫലം നൽകുന്നത്. വലഖദ് മക്കന്നാഹും ഫീമാ ഇമ്മക്കന്നാക്കും ഫീ, വലഖദ് മക്കന്ന, അവർക്ക് നാം സൗകര്യങ്ങൾ നൽകിയിരുന്നു. തംകീൻ, മക്കന്നാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്തിഅ്മാർ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികാരവും ജീവിക്കാനുള്ള സാധന സാമഗ്രികളും നൽകുക. ഫീമ ഇമ്മക്കന്നാക്കും ഫീ, നിങ്ങൾക്ക് നൽകിയതിനേക്കാൾ കൂടുതൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ള സമൂഹത്തിനോട് പറയുന്നത്, നിങ്ങൾക്ക് നൽകിയതിനേക്കാൾ കൂടുതൽ താമസ സൗകര്യങ്ങളും മറ്റ് സാങ്കേതിക വിദ്യയും ഒക്കെ തന്നെ അവർക്ക് നൽകപ്പെട്ടിരുന്നു. വജഅൽനാ ലഹും, അവർക്ക് നാം നൽകിയിരുന്നു, സംഅൻ വ അബ്സാറൻ വ അഫ്ഇദതൻ, കേൾവിയും കാഴ്ചയും ഹൃദയവും ഒക്കെ നൽകിയിരുന്നു. ഫമാ അഗ്നാ അൻഹും സംഉഹും, എന്നാൽ അവർക്ക് അവരുടെ കേൾവി ഉപയോഗപ്പെട്ടില്ല. വല അബ്സാറുഹും, അവരുടെ കാഴ്ചയും, വല അഫ്ഇദത്തുഹും, അവരുടെ ഹൃദയവും അവർക്ക് ഉപകാരപ്പെട്ടില്ല. മിൻ ഷൈ, ഒട്ടും, തീരെ ഒരു ഉപകാരപ്പെട്ടില്ല. ഇദ്കാനു യജ്ഹദൂന ബി ആയാത്തില്ല, അവർ അള്ളാഹുവിനെ നിഷേധിക്കുന്നവരായി, അള്ളാഹുവിന്റെ ആയാത്തുകളെ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ അവർ നിഷേധിക്കുന്നവരായി.
വഹാഖ ബിഹിം മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. അങ്ങനെ അവരെന്തൊന്നിനെയാണോ പരിഹസിച്ചിരുന്നത് അത് അവരെ വലയം ചെയ്തു. അവർ പരിഹസിച്ചിരുന്ന ആ ശിക്ഷ അവരെ വലയം ചെയ്തു. വലഖദ് അഹ്ലക്നാ മാ ഹൗലക്കും മിനൽ ഖുറ. നിങ്ങൾക്ക് ചുറ്റുമുള്ള നാടുകളെ പലതിനെയും നാം നശിപ്പിക്കുകയുണ്ടായി. വസറഫ്നൽ ആയാത്തി, നാം വിവിധ രൂപത്തിൽ നമ്മുടെ വചനങ്ങളെ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നു. ലഅല്ലഹും യർജിഊൻ, അവർ മടങ്ങിയെങ്കിൽ, അവർ തിരിച്ചു വന്നെങ്കിൽ എന്ന് വിചാരിച്ചുകൊണ്ട്. ഫലൗലാ നസറഹുമുല്ലദീന ഇത്തഖദൂ മിൻ ദൂനില്ലാഹ്, എന്തുകൊണ്ട് അവർ അള്ളാഹുവിനെ കൂടാതെ ആരാധിച്ചിരുന്ന അവരുടെ ദൈവങ്ങൾ അവരെ സഹായിച്ചില്ല? അള്ളാഹുവിന്റെ ശിക്ഷ വരുമ്പോ ഈ അള്ളാഹുവിനേക്കാൾ അവര് പ്രതാപം കണ്ടിരുന്ന ആ ദൈവങ്ങൾ എന്തുകൊണ്ട് അവരെ സഹായിച്ചില്ല? ആ ആലിഹത്തുകള്, ബിംബങ്ങള്, ഖുർബാനൻ ആലിഹ, അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിക്കുന്നതിനാണെന്നും അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ദൈവങ്ങളാക്കി ആരാധിച്ചു വെച്ചിരുന്ന ആ ആലിഹത്തുകൾ അവരെന്തുകൊണ്ട് സഹായിച്ചില്ല? സഹായിക്കൂല. കാരണം അവരെ കൊണ്ട് അതിന് കഴിയില്ല. ബൽ ദല്ലു അൻഹും, പക്ഷെ അവർ അവരിൽ നിന്ന് മാറിപ്പോയി. ദല്ലു അൻഹും, ആര്? ഈ രക്ഷിക്കുമെന്ന് കരുതിയ അതൊന്നും അവിടെ ഉണ്ടായില്ല. അവരവരിൽ നിന്ന് മാറിപ്പോയി, അല്ലെങ്കിൽ അപ്രത്യക്ഷമായിപ്പോയി. അതാലിക്ക ഇഫ്കുഹും, യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഭവം തന്നെ ഇല്ല. അതൊക്കെ ഒരു വ്യാജമായിട്ട് കെട്ടുകഥ ഉണ്ടാക്കിയതായിരുന്നു. വ്യാജ ജൽപ്പനങ്ങളും ഒമക്കാനു യഫ്തറൂൻ, അവർ കെട്ടിച്ചമച്ച് പറഞ്ഞിരുന്നതുമായിരുന്നു. അപ്പോൾ ഈ കെട്ടിച്ചമച്ച് പറഞ്ഞിരുന്നതും വ്യാജ ജൽപ്പനങ്ങളും അല്ലാതെ ഇത് യാഥാർത്ഥ്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെ സഹായിക്കാൻ ആരും ഉണ്ടായില്ല. കഥയിലേക്ക് തിരിച്ചു വരാം. നൂഹ് നബി അലൈഹി സ്വലാമയുടെ കാലഘട്ടത്തിലെ പ്രളയത്തിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ആദം നബി അലൈഹിസ്സലാമക്ക് ശേഷം 1000 കൊല്ലം കഴിഞ്ഞിട്ടാണ് നൂഹ് നബി അലൈഹി സ്വലാം വരുന്നത്. ഹദീസുകളനുസരിച്ച് ആദം അലൈഹി സ്വലാമയുടെയും നൂഹ് നബിയുടെയും ഇടയിൽ 1000 വർഷം ഉണ്ടായിരുന്നു. ഏകദേശം 1000-ഓളം വർഷം, 950 വർഷം നൂഹ് നബി അലൈഹി സ്വലാം ജീവിച്ചു. നൂഹ് നബിയോട് കൂടിയിട്ട് ആദം നബി അലൈഹി സ്വലാം മുതൽ നൂഹ് നബിയുടെ അവസാനം വരെയായിട്ട് ഏകദേശം ഒരു 3000 കൊല്ലം കടന്നു പോയിട്ടുണ്ട്. ആ സമയത്താണ് പ്രളയം ഉണ്ടാവുന്നതും ആളുകൾ നശിപ്പിക്കപ്പെടുന്നു. അപ്പോ നാഗരികത ഈ 3000 കൊല്ലം കൊണ്ട് നാഗരികത ഏകദേശം മിഡിൽ ഈസ്റ്റിലേക്ക് ഇങ്ങനെ പടർന്നിട്ടുണ്ടാവണം ഒരവസ്ഥ. അപ്പോ ഹിജാസ്, തിഹാമ, നജിദ്, യമന്, അങ്ങനെ പതുക്കെ ഇങ്ങനെ നാഗരികത പടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് നൂഹ് നബി അലൈഹി സ്വലാമയുടെയും ആദം നബിയുടെയും കാലത്തിനിടയിലുള്ള കുറെ നല്ലവരായ മനുഷ്യരെ അവര് പിന്നീട് അവരുടെ കാലശേഷം അവര് ദൈവങ്ങളാക്കി മാറ്റി. അതിൽ പെട്ടതായിരുന്നു വദ്ദ്, സുവാവ്, യൗസ്, യൗക്ക്, നസ്ർ. ഇതൊക്കെ പ്രളയത്തോടു കൂടി ഇല്ലാതായി. പ്രളയത്തിന് ശേഷം നൂഹ് നബി അലൈഹി സ്വലാമയുടെ കൂടെ ആ പേടകത്തിൽ ഉണ്ടായിരുന്നവർ മാത്രമാണ് അതിജയിച്ചത്. അതിൽ നൂഹ് നബിയുടെ 4 മക്കളിൽ 3 മക്കളാണ് പ്രളയത്തെ അതിജയിച്ചത്. നൂഹ് നബിക്ക് 4 മക്കളുണ്ടായിരുന്നു. സാമ്, ഹാമ്, യാഫേത്ത്, കന്നാൻ, അങ്ങനെ 4 മക്കൾ. ഈ 4 മക്കളിൽ 3 ആളാണ് അതിജയിച്ചത്. ഒരാള് പ്രളയത്തിൽ മുങ്ങിപ്പോയി. അയാളുടെ പേര് കനാൻ എന്നാണ്. ബൈബിളിൽ വ്യത്യസ്തമായ ഒരു സ്റ്റോറിയാണ്, പക്ഷെ തഫ്സീറുകളിൽ കാണുന്നത് ഇങ്ങനെയാണ്. സൂറത്ത് ഹൂദിൽ കനാനെ കപ്പലിൽ വലിച്ചു കയറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അയാൾ ധിക്കാരിയായിരുന്നു, അയാൾ ഇസ്ലാം വിശ്വസിച്ചിട്ടില്ല. അയാളെ കപ്പലിൽ കയറ്റാൻ ശ്രമിക്കുന്നുണ്ട് നൂഹ് നബി. യാബുനെ ഇറക്കം മാൻ അവല തെക്കും മാൽ കാഫിരിൻ, എൻ്റെ മോനെ കപ്പലിൽ ഞങ്ങളുടെ കൂടെ കയറുന്നു. അപ്പോ ഇത്രയും കാലം ഉപ്പാനെ എതിർത്ത് സത്യനിഷേധിയായിരുന്ന, കാഫിറുകളുടെ കൂടെ ഉണ്ടായിരുന്ന, പ്രവാചകനെ പരിഹസിച്ചിരുന്ന ആ മകന് ഉപ്പാടെ കൂടെ കയറാൻ മടി തോന്നി, കുറച്ചിലായി. കാലവൻ പറഞ്ഞു, സാവിയില ജബലി യാസിമുനിം നെൽമ, ഞാനൊരു മലയുടെ മുകളിൽ കയറിപ്പോയിക്കോളാം, തൽക്കാലം കപ്പലിൽ കയറാൻ സൗകര്യമില്ല എന്നാണ്.
അപ്പോ നൂഹ് നബി പറഞ്ഞു, ഇത് അള്ളാഹു നൽകിയ ശിക്ഷയാണ്, ഈ പ്രളയത്തിൽ നിന്ന് ആരും രക്ഷപ്പെടൂല. ഖാല ലാ ആസിമൽ യൗമ മിൻ അംരില്ലാഹി ഇല്ലാ മൻ റഹിം. പക്ഷെ അവൻ മറുപടി ഒന്നും പറഞ്ഞില്ല. ഹാല ബൈനഹും അൽ മൗജ് ഫകാന മിനൽ മുഗ്റഖീൻ. അവൻ മുങ്ങിപ്പോയി. ബാക്കിയുള്ള മൂന്നാളുകൾ ആണ് അതിജയിച്ചത്. നൂഹ് നബിയുടെ കൂടെ ഏകദേശം 80 ചില്ലാനം ആളുകൾ സത്യവിശ്വാസികളായിട്ട് 950 വർഷം കൊണ്ട് നൂഹ് നബിക്ക് കിട്ടിയ ആളുകൾ 83 എന്നൊക്കെ പറയുന്നുണ്ട്. അത്രയും ആളുകൾ ഉണ്ടായിരുന്നു. അതിൽ കുടുംബം ഉണ്ടായിരുന്നത് ഈ മൂന്ന് മക്കൾക്കായിരുന്നു: സാമ്, ഹാമ്, യാഫത്ത്. ഈ മൂന്ന് മക്കളിൽ നിന്നാണ് പിന്നീട് തലമുറ ഉണ്ടായത്. ബാക്കി എല്ലാവരും മരിച്ചുപോയി. ഈ മൂന്ന് മക്കളിൽ നിന്നാണ് പിന്നീട് മനുഷ്യ തലമുറ ഉണ്ടായത്. സൂറത്ത് സോഫാത്തില് ജഅൽനാ ദുർരിയ്യതഹു ഹുമുൽ ബാഖീൻ, അദ്ദേഹത്തിന്റെ ആ മക്കളെയാണ് പിന്നീട് നാം അവശേഷിപ്പിക്കുന്നവരാക്കിയത്. അപ്പൊ ഇപ്പോഴുള്ള മനുഷ്യ വംശത്തിന്റെ ഒക്കെ തന്നെ അടിസ്ഥാനം ഈ മൂന്ന് മക്കളിലേക്കാണ് ചെല്ലുക. അതിൽ തന്നെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം തഫ്സീറുകൾ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അറബ് നാടുകളിൽ യമനിൽ സാമിനെ യമനിലും ഹാമിനെ ആഫ്രിക്കയിലും അതുപോലെ യാഫേത്തിനെ ഇന്ത്യയിലേക്കും പറഞ്ഞയച്ചു എന്നാണ്. അവിടുന്ന് പിന്നീട് തലമുറ ഉണ്ടാകാൻ വേണ്ടിയിട്ട്. പിന്നെ സാമിന്റെ വംശജരെ സെമറ്റിക് എന്നും ഹാമിന്റെ വംശജരെ ഹെമറ്റിക് എന്നും അതുപോലെ യാഫേത്തിന്റെ തലമുറയെ ഏഷ്യ മംഗോളിയൻ ഏതോ ആ ഒരു വിഭാഗമായിട്ടാണ് പരിഗണിക്കുന്നത്. അപ്പൊ അവരാണ് അതിന്റെ ശേഷമുള്ളവരാണ് പിന്നീട് ഉണ്ടായത്. ഇതിൽ സാം ജീവിച്ചിരുന്നത്, സാമിൽ നിന്നാണ് നമ്മൾ ഈ സിറിയയുടെ പഴയ പേര് ഷാം എന്നുള്ളത് ഈ സാമിന്റെ പേരാണ്. അതുപോലെ മിസ്റും ഇവരുടെ തലമുറയിൽപ്പെട്ട ഒരാളുടെ പേരാണ് മിസ്ർ. പഴയ കാലത്തെ രാജ്യങ്ങളുടെയൊക്കെ പേരുകൾ ഏകദേശം ഈ നൂഹ് നബിയുടെ മക്കളും അതിന്റെ തലമുറയൊക്കെ ആയിട്ട് നമുക്ക് മനസ്സിലാവും. ഇപ്പൊ സബ ഷേബ എന്ന് പറയുന്ന സ്ഥലം അതും ഒരു സ്ഥലമായിരുന്നു. സബ മലിക്, അവിടെ ഒരു രാജ്യത്തിന്റെ പേരുണ്ട്. സബ എന്ന് പറയുന്നത് സാമിന്റെ മകന്റെ മകനോ അങ്ങനെയാണ്. ഒമാൻ എന്ന് പറയുന്നതും ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. അങ്ങനെ വ്യത്യസ്ത നാടുകളുടെ പേരൊക്കെ ഈ പൂർവകാല ആളുകളിൽ നിന്ന് വന്നതാണ്. സാമിന്റെ മകൻ ഔസ്, ഔസിന്റെ മകനായിരുന്നു ഇറമ്, ഇറമിന്റെ മകനാണ് ആദ്. എന്ന് പറഞ്ഞാൽ സാമിന്റെ 4ാമത്തെ തലമുറയിലായിരുന്നു ആദ് സമൂഹം ഉണ്ടായിരുന്നത്. ആദിന്റെ മകനായ ഷദ്ദാദ് എന്ന് പറയുന്ന രാജാവിൻ്റെയും പരിവാരങ്ങളുടെയും ധിക്കാരങ്ങളെ കുറിച്ചിട്ടാണ് ഈ ഖൗമു ആദ് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ആദിന് 2 മക്കളുണ്ടായിരുന്നു. ഒന്ന് ഷദ്ദാദ്, മറ്റത് ഷദീദ്. ഈ 2 മക്കളും രാജാക്കന്മാരായിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഷദീദ് മരിച്ചു. പിന്നെ ഷദ്ദാദാണ് ഉണ്ടായിരുന്നത്. മുഴുവൻ അധികാരവും കിട്ടിയ ഷദ്ദാദ് വളരെ വലിയ ഒരു ധിക്കാരം കാണിച്ച ഒരു രാജാവായിരുന്നു. അവരുടെ സ്വഭാവത്തെക്കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. എവിടെയായിരുന്നു ഇവർ എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവര് അഹ്കാഫ് എന്നാണ് ഇതിൽ ബിൽ അഹ്കാഫ്. അഹ്കാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലമായിരുന്നു. ആ സ്ഥലം ഇന്നത്തെ റുബുൽ ഖാലി അഥവാ എംറ്റി ക്വാർട്ടർ എന്ന് പറയുന്ന അറേബ്യയിലെ ഏറ്റവും വൈൽഡ് ആയിട്ടുള്ള ഏറ്റവും വന്യമായ മരുഭൂമികളിൽ ഒന്നായ റുബുൽ ഖാലിയുടെ അടിയിലാണ് അത് കിടക്കുന്നത് എന്നാണ് പറയുന്നത്. റുബുൽ ഖാലി എന്ന് പറയുന്നത് യമന്റെയും സൗദിയുടെയും ഒമാനിന്റെയും ഇടയിൽ കിടക്കുന്ന ഒരു ഇതാണ്. അതിൽ കൂടുതൽ ഭാഗം സൗദിയിലാണ്, കുറച്ച് ഭാഗം യമനിലും കുറച്ച് ഭാഗം ഒമാനിലും ഉണ്ട്. അങ്ങനെയുള്ള ഒരു വളരെ വന്യമായ ഒരു മരുഭൂമിയാണ്. അതിനകത്ത് 1000 ചില്ലാനം വ്യത്യസ്ത രൂപത്തിലുള്ള ജീവജാലങ്ങളൊക്കെ ഉണ്ട്. വളരെ കാഠിന്യമേറിയ വിഷമുള്ള പാമ്പുകളുണ്ട്. ഇപ്പൊ മുഹമ്മദ് അസദിന്റെ റൂട്ട് മക്കൊക്കെ ഈ റുബുൽ ഖാലി മുറിച്ച് കിടക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് കുറെ സംഗതികൾ അതിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതില് പാമ്പുകള് അതുപോലെയുള്ള ജന്തുക്കളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് ഈ ഒട്ടക കൂട്ടങ്ങളുടെ ഒരു പേടിയേറിയ ഒരു പാതയാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഈ മണൽക്കുനകളിൽ ചിലപ്പം കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഷാലോസ് ഉണ്ടാവും, ഹോളുകൾ, വലിയ വലിയ ഹോളുകൾ ഉണ്ടാവും. അതായത് മണൽ വന്ന് മൂടിയിട്ടുണ്ടാവും മുകളിൽ, പക്ഷെ ഉള്ളിൽ ഹോള് ഉള്ളത് അറിയില്ല. ഇത് മറ്റ് സഹാറയിലൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളില്ലെന്നാണ്. അപ്പൊ ഇതിൽ നമ്മൾ മണൽക്കൂനയാണെന്ന് വിചാരിച്ച് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ ഷാളോ ആയത് കാരണം, അതിന്റെ ഉള്ളിൽ പൊള്ളയായത് കാരണം ഒട്ടകവും അതിന്റെ മുകളിലിരിക്കുന്ന ആളും ചരക്കും ഒക്കെ കൂടി താഴേക്ക് വീഴുകയും പെട്ടെന്ന് തന്നെ മണൽ മുകളിൽ വന്ന് മൂടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് ആളുകളെ കാണാതായിട്ടുള്ള ഒരു ഏരിയയാണ് ഈ റുബുൽ ഖാലി അഥവാ എംറ്റി ക്വാർട്ടർ എന്ന് പറയുന്നത്.
അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് കൂടെ ഒട്ടക കാഫിലകൾക്ക് അല്ലെങ്കിൽ നാടോടി അറബികൾക്ക് ബതുക്കൾക്കൊക്കെ പോകാൻ ഭയങ്കര പേടിയുള്ള ഒരു ഏരിയയും കൂടിയാണ്. അത്രമാത്രം പരിചയമുള്ള ബതുക്കൾ മാത്രമേ ആ വഴിയിലൂടെ പോവുള്ളൂ. അപ്പൊ ഇത് സംബന്ധമായിട്ട് ഹിസ്റ്ററിയിൽ കണ്ടെടുക്കപ്പെട്ട ചില സംഗതികളിൽ ഒമാന്റെ ആ, ഒരു ഏരിയ ഉബാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. ഒമാന്റെ യമനിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഏരിയ ഉണ്ട്. ഉബാർ എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. പിന്നെ ഷിസർ എന്നും പറയും. അപ്പോ ആ ഭാഗത്ത് ഇതിലെ ചില അടയാളങ്ങളൊക്കെ കണ്ടെത്തിയതായിട്ട് അവിടെ കാണാൻ അവിടുന്ന് കണ്ടെടുത്തിട്ടുണ്ട്. അവിടെ അവരുടെ വെള്ളം കുടിക്കാൻ പോയിരുന്ന പടവും അതുപോലെ അതിൻ്റെ അടുത്തൊരു ചെറിയൊരു മ്യൂസിയവും അതിൽ ഇതിനെ സംബന്ധിച്ച ഒരു പ്രദർശനവും ഒക്കെ അവിടെ നടത്തുന്നുണ്ട് ഒമാനിൽ. സലാലയുടെ അടുത്താണത്. ആ ഭാഗത്ത് അവിടെ ഞാൻ പോയിട്ട് സന്ദർശിച്ചിട്ടുണ്ട്, ഉബാർ എന്ന് പറയുന്ന ആ സ്ഥലം. അപ്പോ പക്ഷെ അവിടെ ഈ പറഞ്ഞ സംഗതികളൊന്നും കാണാനില്ല. അവിടെ ആകെ നമുക്ക് വളരെ ചെറിയ അവശിഷ്ടങ്ങൾ, ചില സംഗതികളെ കാണുന്നുള്ളൂ. അത് ഇപ്പൊ അതിലെ ഒരു സെറ്റിൽമെന്റ് എന്തെങ്കിലും ആയിരിക്കാം. യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവരെ നശിപ്പിച്ച സ്ഥലത്ത് പിന്നെ ഒന്നും ഉണ്ടായിട്ടില്ല. അല്ലം യഗ്നൗ ഫീഹ എന്നാണ് സൂറത്ത് ഹൂദിൽ അത് സംബന്ധമായിട്ട്, അല്ലെങ്കിൽ അറാഫിലൊക്കെ അത് സംബന്ധമായിട്ട് പറയുന്നത്. അതായത് മുമ്പ് അവിടെ ഒന്നും ഇല്ലാത്ത പോലെ നശിപ്പിച്ചു കളഞ്ഞു, അവശിഷ്ടങ്ങൾ കിട്ടാത്ത രൂപത്തിൽ നശിപ്പിച്ചു കളഞ്ഞു. എന്താണ് ഇവർ ചെയ്തത്? ഈ ഷദ്ദാദ് രാജാവ് 700 വർഷമോ 650 വർഷം എങ്ങാനും ഭരിച്ചു എന്ന് പറയുന്നുണ്ട്. 900ഓളം വർഷം ജീവിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഇവര് വലിയ വലിപ്പമുള്ള ആളുകളായിരുന്നു. ബസ്ത അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ജിസ്മിൽ ബസ്തത്ത് കൊടുത്തു. ജിസ്മ് എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ഭയങ്കര വലിയ മനുഷ്യന്മാര്. ആദം നബി അലൈഹി സ്വലാമയുടെ മക്കൾ എന്ന അർത്ഥത്തിൽ പറയാറുണ്ട്. ആദം നബി അലൈഹി സ്വലാം വലിയ ഒരു പടപ്പായിരുന്നു. ഖലഖല്ലാഹു ആദമ വതൂലുഹു 60 ദിറാ. ഹദീസിൽ കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം നബിയെ സൃഷ്ടിച്ചു. അദ്ദേഹത്തിന്റെ നീളം 60 മുഴമായിരുന്നു. 60 മുഴം എന്ന് പറഞ്ഞാൽ 30 മീറ്റർ. 30 മീറ്റർ ഉയരണ്ടായിരുന്നു ആദം നബിക്ക്. ഇപ്പൊ നമ്മളൊരു 5-8 ആളുകളൊക്കെ ഒന്നിച്ചു പിടിച്ചാലേ ആദം നബിയെ നമുക്കിങ്ങനെ ചുറ്റി പിടിക്കാൻ പറ്റുള്ളൂ. അത്രയും വലിയ ശരീരമായിരുന്നു. ഞങ്ങൾ ഉസ്താദുമാരൊക്കെ പറയലുണ്ട്, ആദം നബി കിടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തലയുടെ ഭാഗത്തുനിന്ന് യാസീൻ ഓതിയിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തിരിച്ചെത്തുമ്പോഴേക്ക് യാസീൻ മുഴുവനാകും എന്നൊക്കെ പറയും പണ്ടത്തെ ഉസ്താദുമാർ. അങ്ങനെ നന്ന് വിശദീകരിച്ചു തന്നിരുന്നു. അപ്പൊ നമുക്ക് പറയാം അത് 30 മീറ്റർ ഉയരണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ അത്രയും ഉയരമുള്ള ആളുകളായിരുന്നു. ഖുറാനില് അവരെ വിശേഷിപ്പിച്ചത് കഅന്നഹും അഅജാസു നഖ്ലിൻ ഖാവിയ. അവര് താഴെ വീണപ്പോ, കാറ്റടിച്ചിട്ട് താഴെ വീണപ്പോ ഈ ഈത്തപ്പനമരം വീണ പോലെ എന്നാണ് അവരെ വിശേഷിപ്പിച്ചത്. അപ്പൊ അത്രയും ഉയരവും വലിപ്പമുള്ള ആളുകളായിരുന്നു അവർ. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് വളരെ ക്രൂരമായിട്ട് ആക്രമിച്ചിരുന്നു മറ്റു ജനവിഭാഗങ്ങളെയൊക്കെ തന്നെ. വൈദാ ബത്തഷ്തും ജബ്ബാരീൻ സൂറത്ത് ഷുഅറയിലുണ്ട്. അവരാരെങ്കിലും ആക്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അതികഠിനമായിട്ട് ആക്രമിക്കും. അപ്പൊ അവർക്ക് അഹങ്കാരം കൂടി, ഞങ്ങള് കഴിവുള്ളവരാണ്, ഞങ്ങൾ എന്തിനും പോന്നവരാണ്, അങ്ങനെയുള്ള ഒരു അഹങ്കാരം കൂടി. ഈ സമയത്തൊക്കെ ഹൂദ് നബി അലൈഹി സ്വലാം അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നുണ്ട്, അവരെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. പക്ഷെ അവർ ധിക്കാരം പറഞ്ഞു. ഒരിക്കൽ ഇദ്ദേഹം ഹൂദ് നബിയോട് ചോദിച്ചു, ചില തഫ്സീറുകൾ കാണാം, എന്ത് കിട്ടും ഞങ്ങൾ നിന്റെ കൂടെ വന്നാ? അപ്പൊ ഹൂദ് നബി അലൈഹി സ്വലാം പറഞ്ഞു, ജന്നാത്തു ആദുൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നേക്കുമായി വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്വർഗം, അത് കിട്ടും, ഇല്ലെങ്കിൽ നിനക്ക് നേരെ കാണും. അപ്പോ ഈ ധിക്കാരി പറഞ്ഞു, ഞാനും ഭൂമിയിലൊരു സ്വർഗം ഉണ്ടാക്കും. അങ്ങനെ സ്വർഗത്തിന്റെ എല്ലാ വിശേഷണങ്ങളും ചേർന്ന ഒരു നഗരം ഭൂമിയിൽ ഉണ്ടാക്കണം. തഫ്സീർ ഇബ്നു കസീറിലാണെന്ന് തോന്നുന്നത്, അതിനെപ്പറ്റി വിശദീകരിച്ചിട്ടുണ്ട്. അത് 2 അഭിപ്രായം പറയുന്നുണ്ട്. ചില ആളുകൾ പറയുന്നത് അത് തൂണുകളിൽ ഉയർത്തി എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇവരെ ഇറമദാത്തിൽ ഇമാദ് എന്ന് പറഞ്ഞത്. ഈ പട്ടണം തൂണുകളിൽ ഉയർത്തിയിട്ടാണ് ഉണ്ടാക്കിയത്. തൂണുകളിൽ ഉയർത്തിപ്പിടിച്ച ഒരു പട്ടണം. കാരണം സ്വർഗം ഭൂമിയിൽ ഉണ്ടാക്കുകയാണ് അയാള്. അപ്പൊ എന്തുകൊണ്ട് തൂണുകളിൽ ഉയർത്തി എന്നുള്ളത് തഫ്സീറുകളിൽ ചർച്ച വരുന്നുണ്ട് ചിലയിടത്തൊക്കെ. അപ്പൊ ചില ആളുകൾ പറയുന്നത് ഈ നൂഹ് നബിയുടെ സമൂഹത്തെ ജലപ്രളയം കാരണത്തിലാണ് നശിപ്പിച്ചത്. അപ്പോൾ അതിനേക്കാൾ പർവ്വതത്തെക്കാൾ ഉയരമുള്ള തൂണിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ജലപ്രളയം കൊണ്ട് നമ്മളെ നശിപ്പിക്കാൻ നോക്കുമ്പോൾ അത് നടക്കൂല. അത്രയേ ഉള്ളൂ ബുദ്ധി. വേറെ രൂപത്തിലുള്ള ഒരു നശിപ്പിക്കലിനെ സംബന്ധിച്ച് നമുക്ക് അറിയുന്നത് വെച്ചിട്ടാണ് നമ്മൾ യുക്തി ഉപയോഗിക്കുക. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അതിനെപ്പറ്റി സൂചിപ്പിച്ചത്.
നമ്മളുടെ അടുത്ത് ഉള്ള വിവരം നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഡിവൈൻ പണിഷ്മെന്റ് എന്ന് പറയുമ്പോൾ അവരുടെ മുന്നിലുള്ളത് ഈ ജലപ്രളയത്തിൽ നശിപ്പിക്കൽ മാത്രം. ഹൂദ് നൂഹ് നബിയുടെ സമൂഹത്തെ നശിപ്പിച്ചു. അപ്പൊ അതുകൊണ്ടാണ് ഇയാള് തൂണിൽ കെട്ടിയിട്ട് ഈ ഇങ്ങനത്തെ ഉണ്ടാക്കിയത്. അതല്ല പറയേണ്ടത്, വെറുതെ തൂണുകളിൽ കെട്ടിയിട്ട് ഉയരത്തിൽ പിന്നെ ഒരു വീടുകൾ ഉണ്ടാക്കുമായിരുന്നു എന്ന് ചില അഭിപ്രായങ്ങളുണ്ട്. ഒരു തഫ്സീറിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ. ഏകദേശം അതിന്റെ ഒരു കണക്ക് പറഞ്ഞത് വെച്ച് ഞാൻ നോക്കുമ്പോൾ ഒരു 45ന്റെയും 50ന്റെയും ഇടയിൽ കിലോമീറ്റർ വലുപ്പമുള്ള ഒരു സിറ്റി ആയിരുന്നു അത്. അത്രയും വലിയൊരു സിറ്റിയാണ് ഈ തൂണിന്റെ മുകളിൽ ഇവര് പൊക്കി വെച്ചിരുന്നത്. സിറ്റി ആണെങ്കിൽ, അങ്ങനെയാണെങ്കിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതില് പറഞ്ഞ ഈ വലഖദ് മക്കന്നാഹും ഫീമായും മക്കന്നാക്കും ഫീ, നിങ്ങളെക്കാൾ വലിയ ടെക്നോളജി അവർക്കുണ്ടായിരുന്നു എന്ന് പറയുന്നത് ശരിയാവുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ നിങ്ങളെക്കാൾ നല്ല രൂപത്തിൽ നല്ല ടെക്നോളജി നല്ല സംവിധാനങ്ങളും അവർ ഉപയോഗിച്ചിരുന്നു. ഈ താഴേക്കടയിലുള്ള ഭൂമിയുടെ അടിയിലൂടെ ഒഴുകുന്ന ഫലജുകൾ എന്ന് പറയുന്ന തോടുകളെ പൊക്കി പൊക്കി മുകളിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാങ്കേതിക വിദ്യ ഏതോ പുരാതന കാലം മുതൽ ഒമാനിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്. താഴെ കൂടെ വന്ന് വെള്ളത്തെ അവർ പൊക്കി പൊക്കി മുകളിലേക്ക് കൊണ്ടുവരും. അപ്പൊ അങ്ങനെ ഇവര് വെള്ളം നനച്ച് അതിനെ മനോഹരമായിട്ട് നിലനിർത്തിയിരുന്നു ഈ പൂന്തോട്ടത്തെ. പക്ഷെ ഇയാളത് അധികം ആസ്വദിക്കാൻ പറ്റിയില്ല. ഇതൊക്കെ തയ്യാറായിട്ട് അധികം കഴിയുന്നതിന് മുമ്പ് നശിപ്പിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ, കുറച്ചു കാലമൊക്കെ അവർ ആസ്വദിച്ച് കാണണം. കുറച്ച് കഴിഞ്ഞപ്പോൾ വെള്ളം, ജലസ്രോതസ്സുകൾ നിന്നു. അള്ളാഹു കൊടുത്തിട്ട് വേണ്ടേ. അങ്ങനെ ജലസ്രോതസ്സുകൾ നിന്നപ്പോൾ അവരുടെ ആ സിറ്റി കരിഞ്ഞുപോയി. അതിൽ നല്ല പൂവുകൾ ഉണ്ടാവുന്ന വ്യത്യസ്തമായ ചെടികളും മരങ്ങളും ഒക്കെ കൊണ്ടുവന്ന് അലങ്കരിച്ചിരുന്നു എന്നാണ് പറയുന്നത്. വളരെ മനോഹരമായിട്ട് അതിനെ അലങ്കരിച്ചിരുന്നു പറഞ്ഞത്. നല്ല തണലുള്ള മരങ്ങള്, നല്ല പൂവുകളുള്ള ചെടികൾ എല്ലാം അവർ കൊണ്ടുവന്നിരുന്നു എന്നാണ്. മാത്രമല്ല അവിടെ ഉള്ള കൊട്ടാരം, അവിടെ കൊട്ടാരം ഉണ്ടാക്കി. ആ കൊട്ടാരത്തിന്റെ ചുമരുകളിൽ സ്വർഗത്തിലുണ്ടല്ലോ അങ്ങനെ പിന്നെ ലുലുവൽ മർജാൻ എന്നൊക്കെ പറഞ്ഞ പോലെ ഈ മരതകവും പവിഴവും ഒക്കെ തന്നെ കൊണ്ടുവന്ന് അതിന്റെ മുകളിൽ ഫിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു, സ്വർഗാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് അധികകാലം ആസ്വദിക്കാൻ പറ്റിയില്ല എന്നാണ്. അപ്പോഴൊക്കെ ഹൂദ് നബി അലൈഹി സ്വലാം അവരോട് ഉപദേശിക്കുന്നുണ്ട്. ഉപദേശം കേട്ട് അദ്ദേഹത്തിന്റെ ഷദ്ദാദ് രാജാവിന്റെ ഒരു മകൻ ഇസ്ലാം സ്വീകരിച്ചു എന്ന് ചില തഫ്സീറുകൾ കാണാം. അല്ലാഹു അലം. അദ്ദേഹം ഹൂദ് നബിയുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തായാലും ഈ രാജാവ് സ്വീകരിച്ചില്ല, രാജാവിന്റെ കൂടെയുള്ള ആളുകളും സ്വീകരിച്ചില്ല. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ നശിപ്പിച്ചോളും. അവർ വിചാരിച്ചു ഹാദ ആയിരുന്നു മുംതിറുന, ഇത് നമുക്ക് മഴ ലഭിക്കാൻ പോവുകയാണ് എന്നാണ് അവർ വിചാരിച്ചത്. കാരണം കുറച്ചു കാലം മഴ ലഭിച്ചില്ല. അപ്പൊ അവരിത് മഴ ലഭിക്കും, അങ്ങനെ മഴ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പ്രശ്നങ്ങളൊക്കെ തീരും എന്നാണ് അവർ വിചാരിച്ചിരുന്നത്. അപ്പൊ ഈ മനുഷ്യന് അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ചുള്ള ഒരു ചിന്ത തൂണുകൾ കെട്ടിയുണ്ടാക്കിയിട്ട് അതിന്റെ മുകളിലാണെങ്കിൽ വെള്ളം കയറൂല എന്നുള്ളതായിരുന്നു. മറ്റൊരു വിഭാഗം, ആദ് സമൂഹം നശിപ്പിക്കപ്പെട്ടതിന് ശേഷം വന്ന ഒരു വിഭാഗം, തൂണ് കെട്ടിയാലും കാറ്റടിച്ചിട്ട് അള്ളാഹു നശിപ്പിക്കും. അപ്പൊ അതുകൊണ്ട് തൂണ് കെട്ടണ്ട, മല തുറക്കാം. മലകളിൽ തുറന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നശിപ്പിക്കൂലല്ലോ, കാറ്റുകൊണ്ടൊന്നും നശിക്കൂലല്ലോ. അങ്ങനെയാണ് തമൂദ് ഗോത്രം മല തുറന്ന് വീടുകൾ വെക്കുന്നത് എന്നാണ് ചില തഫ്സീറുകൾ പറയുന്നത്. അപ്പൊ അവരെ മുമ്പിൽ ഒന്നുകിൽ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ കാറ്റടിച്ചിട്ട് നശിപ്പിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടിലും നശിക്കാത്ത ഒരു സംഗതി എന്നുള്ള അർത്ഥത്തിൽ അവർ മല തുറന്നു. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ശബ്ദം കൊണ്ട് നശിപ്പിച്ചു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ വളരെ ബുദ്ധിമാന്മാരാണെന്ന് പറയുന്നത്. ആ ബുദ്ധിമാൻ, ഒരു സമൂഹത്തിന് ബുദ്ധി ഉണ്ട് എന്നുള്ളതിന്റെ നിദർശനം എന്താ? അവർക്ക് ടെക്നോളജി ഉണ്ടാവും. ടെക്നോളജികൾ പലപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ, ഒരു സമൂഹത്തെ നശിപ്പിക്കുമ്പോൾ അതിന്റെ കൂടെ നശിച്ചു പോകും. സമൂദ് ഗോത്രത്തെ പറ്റി പറയുന്ന സമയത്ത് അവരുടെ ഈ അതിവിദഗ്ധമായിട്ട് ഈ പർവ്വതം തുരക്കുന്ന പരിപാടി അതോടുകൂടി നശിച്ചുപോയി. ദംദമ അലൈഹിം റബ്ബുഹും ബിദംബിഹിം ഫസവ്വാഹ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ നശിപ്പിച്ചതിനെ പറ്റി പറഞ്ഞിട്ട് ഒരു വാക്കും കൂടെ അവിടെ പറയുന്നുണ്ട്, ഫലാ യഖാഫു ഉഖ്ബാഹ. അതിന്റെ അനന്തരഫലം അവൻ ഭയപ്പെട്ടില്ല എന്നാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടെ ഇവരുടെ ടെക്നോളജി നശിച്ചു പോകുമ്പോൾ പിന്നീട് മനുഷ്യ വംശം ഒന്നാം തീയതി മുതൽ തുടങ്ങണമല്ലോ.
അത് അള്ളാഹു കണക്കാക്കിയില്ല അല്ലെങ്കിൽ ഭയപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ പോട്ടെ. മനുഷ്യൻ ആർജിച്ചെടുത്ത ഒരു ടെക്നോളജി നശിപ്പിച്ചു കളയണമെന്ന് അള്ളാഹുവിന് ആഗ്രഹമില്ല. പക്ഷെ ഒരു സമൂഹത്തിന്റെ ധിക്കാരം കാരണം അതിന്റെ കൂടെ പെട്ടുപോകുന്നതാണ്. അത്തക്കു ഫിത്നത്തല്ലാ തുസീബന്നല്ലദീന ലലമു മിൻകും ഖാസ. നിങ്ങളിൽ നിന്ന് ഏഹ്, അക്രമികളെ മാത്രമായിരിക്കൂല ചിലപ്പം ഈ ശിക്ഷ ബാധിക്കുക. അതുകൊണ്ട് നിങ്ങൾ അതിനെ സൂക്ഷിക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അത്തഖു ഫിത്നത്തല്ലാ തുസീബന്നല്ലദീന ലലമു മിൻകും ഖാസ. അപ്പൊ അങ്ങനെ വരും. ഏതൊരു സമൂഹത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ നടപ്പാക്കുക. ഒന്ന്, പ്രവാചകന്മാരെ ധിക്കരിക്കുകയോ പ്രവാചകന്മാരെ വെല്ലുവിളിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ആ പ്രവാചകന്മാരുടെ ദൗത്യം പൂർത്തിയാക്കി കഴിഞ്ഞാൽ സ്വീകരിക്കാത്ത ആളുകളെ നശിപ്പിക്കും. അത് അള്ളാന്റെ സുന്നത്തല്ല. ഇതൊന്നും പ്രവാചകന്മാരൊന്നും ഇല്ലെങ്കിൽ ഒരു വിഭാഗത്തിന്റെ ധിക്കാരം കൂടിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ നശിപ്പിക്കും. അത് നമ്മൾ ഈ എന്താ പറയാ, യെല്ലോ അലർട്ട്, ഓറഞ്ച് അലർട്ട്, റെഡ് അലർട്ട് എന്നൊക്കെ പറയും. ആ രൂപത്തിലുള്ള ഒരു ഒരു മാപിനി അള്ളാഹുവിന്റെ അടുത്തുണ്ട്. ഒരു മനുഷ്യന്മാര് ധിക്കാരം കാണിച്ചിട്ട് ആ ധിക്കാരത്തിന് ഒരു പരിധിയുണ്ട്. അല്ലെ അനീതി, അക്രമം, കൊള്ളരുതാഴിക, ഏഹ്, അധർമ്മങ്ങള്, ചീത്ത സംഗതികള്, കള്ളുകൊടി, വ്യഭിചാരം എല്ലാം അങ്ങോട്ട് പരന്ന് അതൊക്കെ ഒരു നോർമലൈസ് ചെയ്യപ്പെട്ട ഒരു സമൂഹത്തിൽ അതിനെ എതിർക്കേണ്ട ആളുകൾ അതിനെ എതിർക്കാതെ മിണ്ടാതിരുന്നു. അത്തരം ഒരു സന്ദർഭം ഉണ്ടാവുന്ന സമയത്ത് ഫഹക്ക അലേഹൽ ഖൗൽ, ആ ഗ്രാമത്തിൽ അല്ലെങ്കിൽ ആ സമൂഹത്തിൽ അള്ളാഹുവിന്റെ വാക്ക് സ്ഥിരപ്പെടും എന്ന് പറഞ്ഞാൽ അതിന്റെ പരിധി അങ്ങേയറ്റെത്തി. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കും. അങ്ങനെ നശിപ്പിക്കപ്പെട്ടാൽ അവരുടെ ടെക്നോളജി, അവരുടെ എന്തോ നശിച്ചു പോയത് എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ശ്രദ്ധിക്കാറില്ല. ആ ഒരു സംഭവമാണ് ഈ ആദ് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം ഭീകരമായിട്ട് ഈ ഭൂമിയിൽ നിലനിൽക്കുകയും കഴിവും സാങ്കേതിക വിദ്യയും എല്ലാം തന്നെ ഉണ്ടായിരുന്ന ഒരു വിഭാഗത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു. ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യാണ് പിരമിഡുകൾ എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത്. എങ്ങനെ പിരമിഡുകൾ ഉണ്ടാക്കിയത്? 20 കൊല്ലം കൊണ്ട് ഇത്രയും വലിയ കല്ലുകൾ കൊണ്ടുവെക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മണിക്കൂറിൽ ഇത്രയധികം കല്ലുകൾ അവിടെ കയറണം. 20 കല്ലോ 10 കല്ലോ ഒരു മണിക്കൂറിൽ കയറണമെന്ന്. ഓരോ 18 മിനിറ്റിൽ ഒരു കല്ല് കയറണം എന്നൊക്കെ പല പഠനങ്ങളുണ്ട്. ഒരു കല്ല് 8,000 കിലോ ഭാരമുണ്ട്. 8,000 മുതൽ 10,000 കിലോ വരെ ഭാരമുണ്ട് ഈ പിരമിഡിലെ ഒരു കല്ല്. ഇത് ഇന്നത്തെ കാലത്തെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് ചിലപ്പം കഴിയില്ല. കാരണം 80,000 കിലോ ഉള്ള ഒരു പ്രതിമ വരെ പൊക്കി വെച്ചിട്ടുണ്ട്. ഒരു പ്രതിമ നിലത്തുനിന്ന് പൊക്കാൻ കഴിയാതെ അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. നേരത്തെ ഉയർത്തി വെച്ചിരുന്ന പ്രതിമയാണ്. അവര് BC-യിൽ ഉയർത്തി വെച്ചിരുന്ന ഒരു പ്രതിമ താഴെ വീണ് പൊട്ടിപ്പോയി. അത് പൊക്കാൻ പറ്റില്ല. നമ്മളെ എല്ലാ ക്രെയിനുകളും വന്നിട്ട് അത് പൊക്കാൻ പറ്റില്ല. അപ്പൊ അതിനവിടെ അങ്ങനെ കിടത്തിയിട്ടിട്ടുണ്ട്. മെംഫിസിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടു, കഴിഞ്ഞ പ്രാവശ്യം ഈജിപ്തിൽ പോയപ്പോൾ മെംഫിസിൽ ഈ റാംസിസിന്റെ ഫിറോവിന്റെ ഒരു പ്രതിമ അങ്ങനെ കിടത്തിയിട്ടിട്ടുണ്ട്. അത് പൊക്കാൻ പറ്റണില്ല. അതിന് ഒരുപാട് ക്രെയിനുകൾ വന്ന് ശ്രമിച്ചപ്പോൾ അതിനൊന്നും മലർത്തിയും കമത്തി ഇടാൻ പറ്റി. അതിന്റെ അപ്പുറത്തേക്ക് അതിനെ പൊക്കി വെക്കാൻ അവർക്ക് പറ്റില്ല. ലക്ഷക്കണക്കിന് കിലോ തൂക്കമുണ്ട്. ഒരു ലക്ഷം കിലോ വരെ ഉള്ളത്, അതായത് 100 ടൺ വരെ ഉള്ളത് പൊക്കി വെച്ചിട്ടുണ്ട് അവര്. അപ്പൊ നമ്മളെടുത്താണോ അവരെടുത്താണോ സാങ്കേതിക വിദ്യ ഉണ്ടായിരുന്നത്? അസ്വാനിലെ 1000 കിലോമീറ്റർ ദൂരെയുള്ള അസ്വാനിലെ മലകളിൽ നിന്ന് മുറിച്ച കല്ലുകൾ നൈൽ നദിയിൽ കൂടെ കൊണ്ടുവന്നിട്ട് അവിടുന്ന് നൈൽ നദിയിൽ നിന്ന് 15 കിലോമീറ്റർ ഉള്ളിടത്താണ് ജിസയിലെ പിരമിഡുകൾ. അവിടെ എങ്ങനെ കൊണ്ടുവന്ന് എങ്ങനെ ഉണ്ടാക്കി? അപ്പോൾ ആളുകൾ പറയുന്നത് ഏലിയൻസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് ഈ മമ്മൂത്തുകൾ, വലിയ മനുഷ്യന്മാരുണ്ടായിരുന്നു, അമാലിക്കുകൾ ഉണ്ടായിരുന്നു, അവരാരെങ്കിലുമൊക്കെ ചെയ്തതാന്നൊക്കെ പറഞ്ഞിട്ട് പല അഭിപ്രായങ്ങളുണ്ട്. ഇത്രയുള്ളത് പഴയ കാലത്തെ ആളുകൾക്ക് ചിലപ്പോൾ നമ്മളെക്കാൾ വലിയ സാങ്കേതിക വിദ്യ ഉണ്ടായിട്ടുണ്ടാവും. നമ്മൾ വിചാരിക്കണ നമ്മുടെ സാങ്കേതിക വിദ്യയാണ് ഏറ്റവും വലുതെന്ന്. പക്ഷെ പഴയ കാലത്ത് ചിലപ്പോൾ ഒരുപാട് സാങ്കേതിക വിദ്യ ഉണ്ടായിട്ടുണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ധിക്കാരം കാരണം അവരെ നശിപ്പിച്ചപ്പോൾ ആ സാങ്കേതിക വിദ്യ അതിന്റെ കൂടെ പോയിട്ടുണ്ടാവും. വലാ യഖാഫു ഉഖ്ബാഹ. അങ്ങനെ സംഭവിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണം, അവർക്ക് നാം കണ്ണ് കൊടുത്തു, ചെവി കൊടുത്തു, ഹൃദയം കൊടുത്തു. കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിനെ പ്രോസസ്സ് ചെയ്യുന്ന സംഗതിയാണ്. നമ്മുടെ തലയിലിട്ടിട്ടാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത്. തലയിലാണോ? ചില റിഫ്ലക്റ്റീവ് ആക്ഷനുകളുടെ പ്രോസസ്സിങ് നടക്കുന്നത് നമ്മളുടെ പെരടിയിലാണ്. ഇപ്പോ എല്ലാ ചിന്തയും വന്നിരുന്നത് തലയിലാന്ന് പറഞ്ഞുകൊടുക്കുന്ന ഇപ്പൊ കുറച്ച് മാറിയിട്ടുണ്ട്. നമ്മളുടെ
ഇമോഷൻ ഹൃദയത്തിൽ നിന്ന് വരുന്നത്, ഇമോഷനുകൾ. പിന്നെ ചില ഫീലിങ്ങുകൾ, അത് ശരിയാണോ അത് ശരിയാവില്ല എന്നുള്ള ചില ഫീലിങ്ങുകൾ വയറ്റിൽ നിന്ന് വരുന്നതാണ്. വയറ്റിൽ, നമ്മുടെ വയറിൻ്റെ അവിടെ ഗട്ട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ഗട്ട്. അതിന് ഗട്ട് ഫീലിംഗ് എന്നൊക്കെ പറയില്ലേ, ചില ഫീലിങ്ങുകൾ വരുന്നത് അവിടെ നിന്നാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ വയറിന്റെ ഭാഗത്ത് നിന്ന് ഈ പേടി വരുന്നത് വയറിന്റെ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവുന്ന പറയുന്നത്, ഒരു ഫീലിംഗ്. നമ്മൾ ഭയങ്കരമായിട്ട് പേടിക്കുമ്പോൾ വയറിൽ നിന്ന് എന്തോ മുകളിലേക്ക് കയറുന്ന പറഞ്ഞാൽ അവിടെ ഒരു പ്രോസസ്സിങ് നടക്കുന്നുണ്ടെന്നാണ്. പിന്നെ നമ്മളെ ഹൃദയം, പിന്നെ നമ്മുടെ റിഫ്ലക്റ്റീവ് ആക്ഷനുകൾ നമ്മൾ തലയിലേക്ക് എത്തൂല എന്ന് നമ്മൾ തന്നെ പഠിച്ചിട്ടുണ്ടാവും. കാരണം അത്രയും പ്രോസസ്സിങ്ങിന്റെ സമയം എടുക്കൂല. കണ്ണ് ഇപ്പോൾ ഒരു കണ്ണിന്റെ നേരം എന്തെങ്കിലും വരുമ്പോൾ കണ്ണ് ചിമ്മുക, അല്ലെങ്കിൽ പെട്ടെന്ന് കൈകൊണ്ട് തട്ടി മാറ്റുക, അങ്ങനെ അപകടം മണത്തുകൊണ്ടുള്ള റിഫ്ലക്റ്റീവ് ആക്ഷനുകൾ എന്ന് പറയും. അത് സുഷുമ്നയുടെ അവിടെ നിന്നാണ് വരുന്നതെന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞവർക്ക് നമ്മൾ കണ്ണു കൊടുത്തു, ചെവി കൊടുത്തു, കേൾവി കൊടുത്തു, കേട്ടിട്ടും കണ്ടിട്ടും മനസ്സിലാക്കാനുള്ള ഒരുപാട് സംഗതി കൊടുത്തു. പക്ഷേ ഫമാ അഗ്നാ അൻഹും സമൂഹും വല അബ്സാറുഹും വല, അവരുടെ കണ്ണോ കാഴ്ചയോ അവരുടെ ഹൃദയമോ ഒന്നും അവർക്ക് ഫലം ചെയ്തില്ല. ഇപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൃദയത്തിൽ നിന്നാണ് വികാരങ്ങളുടെ കുറവ. അപ്പൊ ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ, മനുഷ്യന് എത്ര വികാരങ്ങളുണ്ട്? ആർക്കാ പറയാൻ പറ്റുക? നിങ്ങൾ എന്തോ ഒരു വികാരം ഇല്ലാതിരിക്കണെന്ന് ആരെങ്കിലും ഒക്കെ പറയേ. ഒരുപാടുണ്ട്. ഒരുപാട് ഒരുപാട് വികാരങ്ങളുണ്ട് മനുഷ്യന്. മനുഷ്യൻ ശരിക്ക് ഒരു വികാരജീവിയാണ്. മറ്റേ ആൾ മാത്രമല്ല, ഞാനൊരു വികാരജീവി എന്ന് പറഞ്ഞ ആൾ മാത്രമല്ല, മനുഷ്യന്മാർ മൊത്തത്തിൽ വികാരജീവികളാണ്. ഇമോഷണൽ അനിമലാണ് മനുഷ്യൻ. അപ്പൊ നമ്മളായിരിക്കും മനുഷ്യൻ സയന്റിഫിക് അനിമൽ അല്ലേ? മനുഷ്യൻ ഒബ്ജക്റ്റീവ് റാഷണൽ അനിമലാണോ, ഒരു റാഷണൽ തോട്ടുള്ള ആളാണോ, അതോ ഇമോഷണൽ അനിമലാണോ? ഇത് ഭയങ്കര ചർച്ച നടക്കുന്ന സംഭവമാണ്. പക്ഷേ എല്ലാ ചർച്ചയും കൺക്ലൂഡ് ചെയ്യണത് മനുഷ്യൻ ഒരു ഇമോഷണൽ അനിമലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വികാരജീവിയാണ്. 99% വികാരവും 1% റാഷണാലിറ്റിയുമാണ് മനുഷ്യനുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മളുടെ എല്ലാ ആക്ടിവിറ്റികളും വികാരം ബേസ് ചെയ്തിട്ടാണല്ലോ, ഇമോഷൻസ് ബേസ് ചെയ്തിട്ടാണ്. നമ്മൾ മാതാപിതാക്കളെ സ്നേഹിക്കുന്നത്, സിബ്ലിങ്സിനോട് ഇടപാട്, നമ്മളുടെ സുഹൃത്തുക്കളോടുള്ള ഡീലിങ്സ്, ഇതൊന്നും നമ്മൾ ലാഭം നഷ്ടം നോക്കി അങ്ങനെ ചെയ്യണവരുണ്ടാവും, പക്ഷെ അത് വളരെ കുറവാണ്. ഇമോഷൻസിനെ ബേസ് ചെയ്തിട്ടാണ്. നമുക്ക് 3000, ഏറ്റവും ചുരുങ്ങിയത് 3000 ഇമോഷനുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഏറ്റവും ചുരുങ്ങിയത് പഠനങ്ങളാണ്. ഞാൻ എൻ്റെ PhD ചെയ്യുന്നത് ഇമോഷണൽ മാനേജ്മെന്റ് ഓഫ് ഹ്യൂമൻ ബീയിങ് എന്ന് പറഞ്ഞിട്ടാണ്, അതിലാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ആധികാരികമായിട്ട് പറയുന്നത്. 3000-ഓളം വികാരങ്ങൾ മനുഷ്യനുണ്ട്. ബേസിക് വികാരങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് സന്തോഷം, ദുഃഖം, പിന്നെ അല്ലെങ്കിൽ പേടി, അങ്ങനെയൊക്കെ നമുക്ക് ബേസിക് ആയിട്ട് ഒരു 8 വികാരങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ പിന്നെ അവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ നമ്മൾ സന്താപം, വൈക്ലഭ്യം, ഉക്ലിഷ്ടം എന്നൊക്കെ പറയും. നമ്മൾ തന്നെ മലയാളത്തിൽ കുറെ സാധനങ്ങൾ പറയലില്ലേ? അങ്ങനത്തെ ഒരുപാട് വികാരങ്ങളുണ്ട് നമുക്ക്. ക്രോധം, മുൻകോപം, പുച്ഛം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 3000-ഓളം. അതിനൊരു ഇമോഷണൽ വീൽ എന്ന് പറഞ്ഞിട്ട് സാധനമുണ്ട്. അത് നോക്കി കഴിഞ്ഞാൽ 3000-ഓളം വികാരം. പിന്നെയാണ് ഞങ്ങൾ സയന്റിസം, ഒബ്ജക്റ്റിവിറ്റി, റാഷണാലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യന്മാരെ പഠിക്കണം. അതുകൊണ്ടൊന്നും ജീവിക്കാൻ കഴിയില്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ വികാരത്തെയും അവന്റെ ചിന്തയെയും ഒരുപോലെ പുറത്ത് പിടിച്ചിട്ടാണ് മുന്നോട്ട് പോണത്. അതുകൊണ്ട് വൈകാരികതക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഖുറാനിലൊക്കെ അഡ്വൈസുകൾ ഉണ്ടാവുക. മാതാപിതാക്കളോട് ഉള്ള ബന്ധം, മറ്റുള്ള കുടുംബ ബന്ധം, അങ്ങനെ ഒരുപാട് സംഗതികളെ കുറിച്ച് ഖുറാനിൽ പറയുന്നുണ്ടാവും. നിങ്ങൾ പാവപ്പെട്ടവരെ സഹായിക്കണം, നമ്മൾ സ്വന്തം പൈസ അനാഥർക്ക് കൊടുക്കണം, അവിടേക്ക് കൊടുക്കണം, ഇവിടേക്ക് കൊടുക്കണം. ഇതൊക്കെ വൈകാരികമാണ്, ദീനാനുകമ്പ, അങ്ങനെയുള്ളത്. അപ്പോ ഇവരെ സംബന്ധിച്ചിടത്തോളം അമ്മ അഗ്നാനു അഫ്ഇദത്തു എന്ന് പറഞ്ഞാൽ അവർക്ക് ഹൃദയത്തിലൊന്നും കയറിയില്ല. അതുകൊണ്ടാണ് അവിടെ അമ്മ അഗ്നാനു സമ്മുഹും വല അബ്സാറുഹും വല അഫ്ഇദത്തുഹും എന്ന് പറയുന്നത്. അവരുടെ കാഴ്ചയോ കേൾവിയോ ഹൃദയമോ അവർക്ക് ഉപകാരപ്പെട്ടില്ല. അവരുടെ ഇത്രയധികം വികാരങ്ങൾ ഉണ്ടായിട്ട് ആ വികാരത്തോട് കൂടിയിട്ട് അങ്ങനെയുള്ളൊരു ചിന്തകൾ അതുപോലെ അവർ ആലോചിച്ചില്ല.
അപ്പോൾ വൈകാരികമായിട്ടും അവർക്ക് ഫലപ്പെട്ടില്ല, ചിന്താപരമായിട്ടും ഫലപ്പെട്ടില്ല. ഇതൊക്കെ ഈ സൂറത്ത് അങ്കബൂത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചവരെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അവര് ചില ആളുകളെ നാം ഭൂമിയിലേക്ക് ആഴ്ത്തി, ചില ആളുകളെ നാം മുക്കി. അമിൻഹുമ്മൻ ഹസഫ്ന ബിഹിൽ അർള അമിൻഹുമ്മൻ അർസൽന അലൈഹി ഹാസിബ. ഞാൻ ചിലരെ കാറ്റയച്ചു, ചിലരെ മുക്കിക്കളഞ്ഞു, ചിലവരെ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള പല രൂപത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ആദം വ സമൂദൻ, ആദ് സമൂദ് ഗോത്രങ്ങളൊക്കെ കത്തബയ്യനിലക്കും ഈ മസാക്കിനി. പിന്നെ അവർക്ക് അവരുടെ അവരുടെ വീടുകളും സൗകര്യങ്ങളെ കുറിച്ചൊക്കെ ഞാൻ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ഒക്കാനു മുസ്തബ്സിരീൻ, അവർ ഭയങ്കര ഉൾക്കാഴ്ചയുള്ള, അത്രമാത്രം ടെക്നോളജിയും അതൊക്കെ ഉപയോഗിക്കാനുള്ള ബുദ്ധിമാന്മാരൊക്കെ ഉണ്ടായിരുന്ന ഒരു വിഭാഗം തന്നെയാണ്. പക്ഷേ വലക്കത് സയ്യന ലഹുമു ഷെയ്ത്താനു ആമാലഹും, ഷെയ്ത്താന് അവരുടെ കർമ്മങ്ങളെ അവർക്ക് നന്നാക്കി തോന്നിപ്പിച്ചു. അങ്ങനെ അവർ നശിച്ചു. ഷെയ്ത്താന്റെ പ്രലോഭനങ്ങളിൽ പെട്ടിട്ട് ഷെയ്ത്താൻ അവർക്ക് അവരുടെ കർമ്മങ്ങളെ നന്നാക്കി തോന്നിപ്പിച്ചതിന്റെ ഭാഗത്തിൽ ഷെയ്ത്താൻ അടിമപ്പെട്ടു പോയ ആളുകളുണ്ടാവും. അതിൽ പെട്ടുപോയി അവർ. അങ്ങനെ ഇവരുടെ എല്ലാ ധിക്കാരവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാറ്റ്, ഒരു ദിവസത്തെ കാറ്റായിരുന്നില്ല. സൂറത്തുൽ ഹാക്കയിൽ നമുക്ക് കാണാൻ സാധിക്കും. അമ്മ ആദുൻ ഫഉഹ്ലികു ബിരീഹിൻ സർസറിൻ ആത്തിയ. നിരന്തരമായി അടിച്ച കാറ്റുകൾ. സഖറഹ അലൈഹിം സബ്അ ലയാലിൻ വസമാനിയത അയ്യാം. 7 രാത്രിയും 8 പകലും ആ കാറ്റടിച്ചു വീശി. ഫതറൽ ഖൗമ ഫീഹാ സർഅ കഅന്നഹും അജാസു നഖ്ലിൻ ഹാബിയ. അങ്ങനെ 7 രാത്രിയും 8 പകലും അടിച്ചു വീശിയ ആ കാറ്റിൽ ഇവരുടെ എല്ലാ കോട്ടകളും തൂണുകളും ചെടികളും മരങ്ങളും വീടുകളും ഒക്കെ തകർന്ന് തരിപ്പണമായി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെയൊക്കെ ഭൂമിയുടെ അടിയിലേക്ക് അതിന്റെ മുകളിൽ മണൽ കൊണ്ട് മൂടി. അങ്ങനെ ഹൂദ് നബി അലൈഹി സ്വലാം എന്ന് നോക്കുമ്പോൾ കാലം യഗ്നൗ ഫീഹ, അവിടെ അങ്ങനെ ഒരു സംഭവമേ ഇല്ലാത്ത പോലെ അദ്ദേഹം മാറി നിന്ന് വിലപിച്ചു. എൻ്റെ സമൂഹമേ, ഹൂദ് നബി അതിൽപ്പെട്ടിട്ടില്ല കേട്ടോ, ഹൂദ് നബിയുടെ സമൂഹത്തെ അള്ളാഹു രക്ഷപ്പെടുത്തും. എൻ്റെ സമൂഹമേ, ഞാൻ നിങ്ങൾക്ക് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു തന്നു, ഞാൻ നിങ്ങൾക്ക് അവൻ്റെ ശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് തന്നു. അലാക്കില്ലാ തുഹിബ്ബൂന നാസിഹീൻ, പക്ഷെ നിങ്ങൾക്ക് ഉപദേശം പറയുന്നവരൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ലോ, അതുകൊണ്ട് നിങ്ങൾ നശിച്ചു പോയി. എന്താ ചെയ്യുക? ഹൂദ് നബി അലൈഹി സ്വലാം അതിനുശേഷം സലാലയുടെ ആ ഭാഗത്ത് ഹൂദ് നബിയുടെ ഖബറുണ്ട്. ആ ഭാഗത്ത് എവിടെയോ ഒന്ന് താമസിച്ചു എന്ന് പറയുന്ന, യമനിലുണ്ട് ഹൂദ് നബിയുടെ ഖബർ, ആ ഭാഗത്ത് എവിടെയോ അദ്ദേഹം താമസിച്ചു. ഇത് വലിയൊരു പാഠമായിട്ട്, എന്നേക്കുമുള്ള ഒരു പാഠമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ധിക്കാരികളായ ഒരു സമൂഹത്തെ സൂചിപ്പിക്കുമ്പോൾ ആദ്യ സമൂഹത്തെ എടുത്തു പറയുന്നു, സമൂദ് ഗോത്രത്തിന്റെ കൂടെ. എന്നിട്ട് അവസാനത്തിൽ അള്ളാഹു പറയുന്നു, ഈ വലക്കത് അഹ്ലക്ന മാ ഹൗലക, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തിനോട് പറയാണ്. വലക്കത് അഹ്ലക്ന മാ ഹൗലക്കും മിനൽ ഖുർആൻ, നിങ്ങളുടെ ചുറ്റുമുള്ള, അതായത് മക്ക നിവാസികളെ, നിങ്ങളുടെ ചുറ്റുമുള്ള പല പ്രദേശങ്ങളെയും നാം നശിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് പോകുമ്പോൾ കാണാം. ഏതാ പോകുമ്പോൾ കാണാം? ഈ അഹ്കാഫ് അല്ലെങ്കിൽ ഇത് എന്ന് പറയുന്നത് യമനുമായിട്ട് കച്ചവടം നടത്തുന്നതല്ലേ. അപ്പൊ യമനിലേക്ക് പോകുന്ന അവരുടെ ആ വഴിയിൽ അവർക്കറിയാം ഇങ്ങനെ ഒരു സംഭവം ഉള്ളത്. അവിടെ ആളുകളെന്നും പറയലുണ്ട്. കാരണം ആദിന്റെ 3-ാം തലമുറയിൽ പെട്ടതാണ് സമൂദ്. ഷാമിലേക്കുള്ള വഴിയിൽ, അതായത് മദീനയിൽ നിന്ന് തബൂക്കിലേക്ക് പോണ വഴിയിൽ ആണ് മദായിൻ സാലിഹ് നബിയുടെ സമൂഹത്തെ അള്ളാഹു നശിപ്പിച്ചതല്ല. അതും അവർക്ക് കാണാം. മക്കയിൽ നിന്ന് ഗസയിലേക്ക് ഒരു പഴയ പാത ഉണ്ട്. ഗസ എന്ന് പറയുന്നത്, ഗസ അല്ലെങ്കിൽ ജെറീക്കോ എന്ന് പറയുന്നത് 7000 വർഷത്തോളം പഴക്കമുള്ള പട്ടണങ്ങളാണ്. ആ വഴിയിലാണ് ഷുഐബ് നബിയുടെ ഗോത്രം മദിയൻ ഗസയിലേക്ക് പോണ വഴിയാ, എവിടുന്ന്? മക്കയിൽ നിന്ന്. ആ വഴിയിലാണ് ലൂത്ത് നബിയുടെ സമൂഹത്തെ നശിപ്പിച്ച ബുഹൈറത്ത് ലൂത്ത്. അപ്പൊ അവിടെ ഷുഐബ് നബിയുടെ സമൂഹത്തെ നശിപ്പിച്ചത്, സമൂദ് ഗോത്രത്തെ നശിപ്പിച്ചത്, ആദ് സമൂഹത്തെ നശിപ്പിച്ചത്, ലൂത്ത് നബിയുടെ സമുദായത്തെ നശിപ്പിച്ചത്. ഇതൊക്കെ നിങ്ങളുടെ അലക്കത് അഹ്ലക്നാ മാ ഹൗലക്കും മിനൽ ഖുറ, നിങ്ങളുടെ ചുറ്റും കാണുന്നുണ്ടല്ലോ. എന്നിട്ട് ഫലൗല നസറഹുമുല്ലദീന തഖദു മിൻ ദൂനില്ലാഹി ഖുർബാനൻ ആലിഹ, അവരുടെ ഇപ്പം നിങ്ങൾ ലാത്ത ഉസ്സ മനാത്ത എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ മക്കയിലെ ആളുകള്
നിങ്ങൾ വിളിച്ചു ബാധിക്കുന്ന ഹുബിലിനെയും ഇസാഫിനെയും നായിലെയും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന സംഗതികളെ പോലെ അവർക്കും കുറെ ദൈവങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞങ്ങൾ അള്ളാഹുവിന്റെ അടുത്തേക്ക് ഞങ്ങൾ അടുപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അസിസ്റ്റന്റുകളാന്നൊക്കെ പറഞ്ഞിരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ നശിപ്പിച്ചപ്പോൾ ആരാണ് അവരെ സഹായിക്കാനുണ്ടായത്? അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രവാചകനെ ധിക്കരിക്കാൻ പോവുകയാണെങ്കിൽ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ ധിക്കരിക്കുകയും നശിപ്പിക്കാൻ തുനിയുകയാണെങ്കിൽ, ആ സമൂഹത്തിന് എങ്ങനെയാണോ അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ച അതേ പരിണിതിയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്നുള്ള വളരെ മാന്യവും രൂക്ഷവുമായ ഒരു മുന്നറിയിപ്പായിരുന്നു ഈ സൂറത്ത് അഹ്കാഫിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയത്. പക്ഷെ സംഭവിച്ചത് എന്താ? അവരത് ഉൾക്കൊണ്ടില്ല. ബദർ യുദ്ധത്തിൽ അവരുടെ നേതാക്കന്മാരെല്ലാവരും നശിച്ചു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് അവിടെ നിൽക്കട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.